എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uc.ac.in/admission എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഇവിടെ FYUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ക്യാപ്പ് ID അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ എന്നിവ നൽകാനുള്ള ഭാഗം കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നിങ്ങളുടെ ക്യാപ്പ് IDയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്കാണ് പോകാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജ് നിങ്ങൾക്ക് ഇപ്പോൾ അതായത് നിങ്ങൾ അതിൻ്റെ ക്യാപ്പ് ID നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ക്യാപ്പ് IDയും കൊടുക്കുക, സെക്യൂരിറ്റിയും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പ് IDയോ സെക്യൂരിറ്റിക്കോ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ അല്ല ഈ ഒരു നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കാനുള്ള ഭാഗമുണ്ടാകും. അതായത് ഇമെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കൊടുക്കാനുള്ള ഭാഗമുണ്ടാകും. അപ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും കൊടുക്കുക. അപ്പോൾ ആ ഒരു പേജ് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അതായത് ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ളത് അവിടെ ആ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, FYUGP ക്യാപ്പ് രജിസ്ട്രേഷൻ 2025. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്യാപ്പ് ID കിട്ടാനുള്ള ആ ഒരു സ്റ്റെപ്പ് ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ IDയിലേക്ക് അതുപോലെ ഈ ഒരു SMS ആയിട്ടും അതുപോലെ തന്നെ മെയിലായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ്പ് IDയും അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കും ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ പ്രൊഫൈൽ പേജ് എന്ന് പറയുമ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ആ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ മുകളിലായിട്ട് തന്നെ ഇവിടെയായിട്ട് തന്നെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയിട്ടുള്ളത് എന്നിവ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ സോറി എന്ന് മാത്രം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഫീസോ കാര്യങ്ങളോ അടക്കേണ്ടതില്ല. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെൻ്റ് ആണുള്ളത്, സെക്കൻഡ് തേർഡ് ഇങ്ങനെ 3 അലോട്ട്മെൻ്റ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ചില സമയത്ത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനായിട്ടുള്ള ഒരു അവസരവും കൊടുക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഥവാ ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPIയോ ഇവ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മാൻഡേറ്ററി ഫീ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എത്ര രൂപയാണ് നിങ്ങൾ അടക്കേണ്ടത് ആ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു പേജിൽ വന്നിട്ടില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തി കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് പോവുകയും പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി, അവിടെ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. ഹയർ ഓപ്ഷൻസ് അതേപോലെ തന്നെ നിലനിർത്തി. ഹയർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളൊരു 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ 6, 7, 8, 9 ഇങ്ങനെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതുകൊണ്ട് തന്നെ അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്നതുകൊണ്ട് തന്നെ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിൽ അതിനെ പരിഗണിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ്
ഓപ്ഷൻസ് ആയിട്ടുള്ള 1 മുതൽ 4 വരെയുള്ള ആ ഒരു ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1 മുതൽ 4 വരെ, 10ാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻസ്. അപ്പോൾ ഇതവിടെ നിലനിർത്തുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ആദ്യം നേടിയ അഡ്മിഷൻ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് പോകുന്നതും പിന്നീട് ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ നിങ്ങൾക്ക് മതി എന്നാണെങ്കിൽ അവിടെ തന്നെ ആ ഒരു സീറ്റ് തന്നെ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിൽ നിന്നും പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റിൽ നിങ്ങളവിടെ പേയ്മെൻറ്റ് ചെയ്തു, അത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്ത സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിയത് കാരണം അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടമാകാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഈ ഒരു ജൂൺ 24-ാം തീയതിക്കുള്ളിൽ ഈ ഒരു ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ വേണ്ടാത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് തരുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ 1ാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ടായിരിക്കും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റം കിട്ടുമോ എന്നുള്ളത്. ഒരിക്കലും മാറ്റം കിട്ടുന്നില്ല. കാരണം 1ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ അതിന് മുകളിൽ 0 എന്നുള്ള ഓപ്ഷനാണ്. ഇതിന് താഴെ 2, 3 ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ാമത്തെ ഓപ്ഷന് മുകളിലുള്ള ബാക്കി ഓപ്ഷൻസ് നിങ്ങൾക്ക് പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ 1ാമത്തെ ഓപ്ഷൻ കിട്ടുന്നവർക്ക് പ്രത്യേകിച്ച് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ജൂൺ 25-ാം തീയതിക്കുള്ളിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം മാത്രമാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.